ഗൈസ് പുതിയ മാച്ചായ ഡബിൾ നൈറ്റ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ആനിമയാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ സമയത്ത് ഞാൻ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് BR കൊണ്ടിരിക്കുമായിരുന്നു ഇതെന്താണ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഈ സമയത്ത് അറിയില്ല എന്താ ആനിമേ ആണെന്ന്. അതിന് ശേഷം ഞാൻ ആ വാൾട്ടിലൊക്കെ പോയി നോക്കുമ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെയിറ്റ്സ് മീ ഫീനക്സ് ഗെയിമിങ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ ഗൈസ് ഞാൻ ഒരു മാച്ച് തുടങ്ങി, പക്ഷേ എൻ്റെ റെക്കോർഡൊക്കെ പോയി. അത് ഞാൻ റെക്കോർഡ് ചെയ്തില്ലായിരുന്നു. പകുതി ആ വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞാൻ നോക്കണത് റെക്കോർഡ് ചെയ്തില്ലേ എന്ന്. അങ്ങനെ പിന്നെ തിരിച്ച് റെക്കോർഡൊക്കെ ചെയ്ത് റെക്കോർഡ് എടുത്ത് വന്ന് പിന്നെ ഞാൻ അപ്പം എൻ്റെ ടീമേറ്റൊക്കെ ഒരു വട്ടം നോക്കാതെ ഞാൻ അവനെ പൊക്കിയൊക്കെ വിട്ട്. പിന്നെ ഇതിനെനിക്ക് അത്ര അങ്ങ് മനസ്സിലായിട്ടില്ല. ട്രഷർ എന്തൊക്കെയുണ്ട്, റിപ്പർ. എനിക്ക് റിപ്പർ എന്ന് പറഞ്ഞപ്പോൾ നമ്മളെ മറ്റേ റിപ്പറിനെയാണ് ഓർമ്മ വന്നത്. ഏത് റിപ്പർ? മറ്റേ തലക്കടിച്ച് കൊല്ലുന്ന റിപ്പർ. അപ്പോൾ 2 ടീമേറ്റ് തന്നെ ഇപ്പോഴും നോക്കായിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ട്രാക്കറാണ് കഴിച്ചത്. ഞാനിപ്പോൾ ഞാനിപ്പോൾ ട്രാക്കറാണ്, ആക്റ്റീവായിട്ടുണ്ട്. പിന്നെ ട്രാക്കറാണ്. പിന്നെ ഇനി വേറെ എന്തൊക്കെയുണ്ട്? ഫാൻഡും ഉണ്ട്, പിന്നെ എന്തൊക്കെയോ ഉണ്ട്, എനിക്ക് തന്നെ അറിയില്ല കഴിച്ചത്. വഴി കണ്ടൊരു വണ്ടിയും എടുത്ത് നേരെ നമ്മൾ പൊക്കാൻ വേണ്ടി പോയി. കാരണം നമ്മളെല്ലാ ടീമേറ്റും നോക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ റിവൈവൽ സ്റ്റേഷനിലോട്ട് പൊക്കാൻ വേണ്ടി സോണി കയറി ഞാൻ പോയി കഴിച്ചത്. അല്ലാതെ വേറെ പറ്റൂലല്ലോ. അങ്ങനെ ഞാൻ സോണി കയറി വലിഞ്ഞു പിടിച്ച്. ഈ ഗോസ്റ്റ് പോലെ നിൽക്കുന്ന സാധനം ലൂട്ടാണോ? എനിക്കറിയില്ലത്. ഓക്കെ, അപ്പോൾ ഞാനിത് കാണാൻ പറ്റണില്ല, എനിക്ക് എവിടെയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഇതാക്കിയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് കിടക്കണം. ഇതാണ് എൻ്റെ പ്രശ്നം. പിന്നെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൾസറോ അങ്ങനത്തെ ഒരു ഗണ്ണും പിന്നെ ഒരു സ്നൈപ്പറുമാണുള്ളത്. ഞാൻ ഓസ്കാറൊക്കെ ഇട്ട് വേഗം വന്ന് ഇവിടെ നിന്ന് പിന്നെ ഇതൊക്കെ മെഡിക്കറ്റൊക്കെ അടിച്ചുകൊണ്ടിരുന്നു, ഹീലറൊക്കെ അടിച്ചുകൊണ്ടിരുന്നു അവന്മാരെ പൊക്കാൻ. അപ്പോൾ ഈ ബംഗാളികളൊന്നും ഭയങ്കര പറയലായിരുന്നു, കാട്ടു നൂബ് ഗായ് വേറെ എന്തൊക്കെയോ അവന്മാർ ഹിന്ദി പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ. അങ്ങനെ അവിടെ ഞാൻ റിവൈവ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഈ വണ്ടി പോകാമെന്നും പറഞ്ഞ് നിന്ന് അവിടെ ഇങ്ങനെയാണ് റിവൈവ് ചെയ്തപ്പോൾ താങ്ക് യു ബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ ഞാൻ അവനെ അങ്ങ് മ്യൂട്ട് ചെയ്ത് ഗൈസ്. എനിക്ക് വയ്യ അവൻ്റെ അലപ്പ് കേൾക്കാൻ. അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ കുത്തിപ്പിടിച്ചു പടീൻ്റെ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഗൈസ്, എന്താണ് അതിന് പവറെന്ന്. അപ്പോൾ നിങ്ങൾക്കിത് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ് പ്ലീസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്ക് ടു ഗെയിം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ അവന്മാരെ പൊക്കിയിട്ട് ഞാൻ നേരെ പോയി വണ്ടി എടുത്ത് അവിടെ കിടന്ന വണ്ടി എടുത്ത് ഇച്ചിരി മണിയും എടുത്തിട്ട് നേരെ പോയി. അപ്പോൾ ഞാൻ അറിയാം സൂപ്പർ മെഡ് അടിച്ച്. സൂപ്പർ മെഡിന് ഇനി ഹെൽത്ത് ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പിന്നെയും കയറി. അങ്ങനെ പിന്നെ സോണിലോട്ട് കയറാൻ നോക്കിയപ്പോൾ ഈ 2 നോക്കി സോണിൻ്റെ ഇപ്പുറത്ത് വന്ന് കിടക്കണം. ഇനി ഞാൻ ഇപ്പോൾ പൊക്കി വിട്ടവന്മാർ. ഞാൻ അതും നോക്കിക്കൊണ്ടിരുന്നുകൊണ്ട് ബട്ടൺ വേറെ ഞെക്കിക്കൊണ്ട് നേരെ പോയി മതിലിടിച്ച് വണ്ടി പിന്നെ എങ്ങനെയൊക്കെ ഞാൻ പൊക്കി. വണ്ടിയൊക്കെ കൊണ്ട് തിരിച്ച് പറത്തി അങ്ങ് വണ്ടി ഷാജിപ്പാപ്പ പറത്തി അങ്ങ് വണ്ടിയൊക്കെ പറത്തി ചാടിച്ച് മറിഞ്ഞ്. അപ്പം അങ്ങനെ ഞാൻ ഇതിന് മുന്നേ ഒരു റൂം കയറിയിട്ടുണ്ടായിരുന്നു, ലിപ്സ്റ്റിക് ഗെയിമറോ അങ്ങനെ എന്തോ ഒരാളുടെ. അപ്പോഴാണ് ഞാൻ ഇതറിഞ്ഞത് ഈ ഡബിൾ നൈറ്റ് എന്ന് പറയുന്നൊരു ഇത് വന്നല്ലോ എന്ന്. അപ്പോൾ ഇവിടെ ഇതെന്താണെന്ന് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. ഒരു സ്ഥലം മാത്രം ഇങ്ങനെ ഇരിക്കണം. അറിയാവുന്നവർ പ്ലീസ് കമൻറ്റ് ബിലോ ഗൈസ്, എനിക്ക് അറിയില്ല. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ഇവിടെ ഒരാൾ പൊക്കണുണ്ട്. അങ്ങനെ ഞാൻ നേരെ അവിടെ ഇറങ്ങി. അപ്പോൾ ഏതൊക്കെയോ ബട്ടണിൽ കയറിപ്പോയി ഗൈസ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ തിരിച്ച് വന്ന് ഏത് ഗണ്ണ് വെച്ചാൽ ഞാൻ കുത്തിപ്പിടിച്ചതെന്ന് നോക്ക് ഗൈസ്. കണ്ടല്ലോ, പൾസറിന് അങ്ങനെ എന്തോ ഒരു ഗണ്ണ് വെച്ച് ഏറ്റവും കൂടുതലാത്ത ഗണ്ണ് വെച്ചാണ് ഞാൻ കുത്തിപ്പിടിച്ചത്. പക്ഷെ അവൻ പൊക്കി കേട്ടാ, അവൻ പൊക്കിയിട്ട് ആൾ വന്നെന്നാണ് തോന്നുന്നത് എനിക്ക്. എന്തായാലും സീനില്ല എന്നും പറഞ്ഞ് എൻ്റെ ഒരു മെഡൊക്കെ അടിച്ചിട്ട് ഞാൻ നേരെ വണ്ടി കയറി. അപ്പോൾ ഇവന്മാർക്കൊക്കെ ഒട്ടും HP ഇല്ല. എന്ന് പറഞ്ഞാൽ ഒട്ടും HP ഇല്ലായിരുന്നു. 4ാമത്തെ ഒരുത്തന് ഒട്ടും HP ഇല്ല. അങ്ങനെ ഇതാണ് ഗൈസ് കോമഡി. അപ്പോൾ ഞാൻ ഇവനെ കണ്ട് 4ാമത്തെ അവൻ്റെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇവനെ കണ്ട്. ഇവനാണെങ്കിൽ ഇവനെ ഇച്ചിരി കൊടുത്ത് എന്നിട്ടും ഇല്ല, പിന്നെ അവനെ പൊക്കി ഇച്ചിരി ഇത് കൊടുത്ത് പിന്നെ പൊക്കി. പിന്നെ അവന് HP കുറയണം കണ്ടപ്പോൾ ഇച്ചിരി കൂടെ കൊടുത്ത് പിന്നെ അവനെ പൊക്കി വിട്ട്. ഒന്ന് ഓട് ബ്രോ എന്നും പറഞ്ഞ് അവനെ വിട്ട് ഞാൻ വണ്ടി കയറിയപ്പം അവൻ ഒന്നും ചെയ്തില്ല എന്ന് വിചാരിച്ച് അവൻ വണ്ടി കയറിയപ്പോൾ ഇതാ കിടക്കുന്നു ഡിം. പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പിന്നെയും വണ്ടിയും കൊണ്ട് അവിടെ ചെന്ന് പിന്നെയും അടിച്ചു കൊടുത്ത് പിന്നെ ഒന്ന് റിവൈവ് ചെയ്ത്. എൻ്റെ HP ആണെങ്കിൽ ഇതിനെക്കാട്ടിയും ലോ ആയിരുന്നു. ഇപ്പോഴേക്കും എന്നെ ബാക്കിൽ നിന്ന് ഒന്നൊരുത്തടിച്ച് ഒരുത്തന്നെ റിവൈവ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാണിച്ചെന്നറിയൂ. അപ്പം ഞാനും കൂടെ 3G ആയിപ്പോയി. റിവൈവൽ 3G. നല്ലൊരു ക്യാപ്ഷനും കിട്ടി.
അല്ല ടൈറ്റിലും കിട്ടി. അപ്പം ഒരുത്ത ഓടിയൊക്കെ വന്ന് ഞാൻ വിചാരിച്ചു നൻപനെ പോലെ ആരും ഉണ്ട് എന്നൊക്കെ പാടിക്കൊണ്ട് വരുവാണെന്ന്. അവന് വെട്ടിയായി. പിന്നെ അത് ഈ പാണ്ട മാത്രമേ ഉള്ളായിരുന്നു. ഈ പാണ്ട എന്തുവാ ചെയ്യണേന്ന് എനിക്ക് മനസ്സിലായില്ല. ആദ്യം ഇവൻ ഞാൻ വിചാരിച്ച് ലൂട്ട് എടുക്കുവാന്ന്. പിന്നെ എനിക്ക് മനസ്സിലായത് മോൺസ്റ്റർ ട്രക്കാണ്. അങ്ങനെ മോൺസ്റ്റർ ട്രക്കൊക്കെ അവൻ വിളിച്ച് അവൻ അതിൻ്റെ അകത്ത് കയറി. ഞാൻ വിചാരിച്ചു ഇവൻ മോൺസ്റ്റർ ട്രക്ക് എടുത്തുകൊണ്ട് പോയി നമ്മളെ പൊക്കുമെന്ന്. അവൻ അതിൻ്റെ അടുത്തുകൂടെ പോയി. അതായത് ഇപ്പോഴല്ല, ഇച്ചിരി നേരം അവളെ ഞാൻ മാർക്കൊക്കെ ചെയ്ത് കൊടുത്ത് മോനെ അങ്ങ് പൊക്ക്. പൈസ ഉണ്ടാ നിങ്ങൾ 1500 പൈസ ഉണ്ട് ഇവൻ്റെ കയ്യിൽ. 3 പേര് റിവൈവ് ചെയ്യാന്ന് തോന്നുന്നു അല്ലേ? 2 പേര് റിവൈവ് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ അടുത്ത് മാർക്ക് ചെയ്തിട്ട് ഇവൻ അവിടെ പോകണില്ല. ഞാനാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇവൻ അങ്ങ് പോണ വഴിക്ക് അങ്ങ് റിവൈവ് ചെയ്ത് വിടുമെന്ന്. അവൻ റിവൈവ് ചെയ്തില്ല ഗൈസ്. അതുകൊണ്ട് എന്തായി, അവൻ സോണിലോട്ടായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാൻ പിന്നെ വിചാരിച്ചു അവൻ റിവൈവ് ചെയ്യാൻ വേണ്ടി വണ്ടി വിളച്ചായിരിക്കും. എന്നല്ല, അവൻ പിന്നെയും ചമ്മിപ്പിച്ച് നേരെ അവൻ സോണിലോട്ട് പോകുന്നു. അത് സോണിൻ്റെ അപ്പുറത്ത്, അതായത് എന്താണ് പറയണത്, സാധാ സ്ഥലത്തോട്ട് പോകുന്നു. അങ്ങനെയായിരുന്നു ഞാൻ വിചാരിച്ചത്. നമ്മളെയൊക്കെ പൊക്കാനായിരിക്കുമെന്ന്. അങ്ങനെ ഒരു ഇതും ഇല്ലാത്ത ഇങ്ങനെയായിരുന്നു ഈ ബണ്ണി പൊയ്ക്കൊണ്ടിരുന്നത്. ബണ്ണിയാണ്, അല്ല സോറി, എന്താണിത്, പാണ്ട പേര് പറഞ്ഞു. പിന്നെ അവൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഇടിച്ച് കയറ്റി. ഞാൻ വിചാരിച്ചു ഇനി ഇവൻ ബസ് വിളിച്ച് പോകാനാണെന്ന്. പക്ഷേ ബസ് ഇപ്പം ഇല്ലല്ലോ. അപ്പം എന്നിട്ട് ഇവൻ ഓടി തള്ളി അങ്ങ് ഓടിയ ക്യാമ്പിൻ്റെ ഞാൻ വിചാരിച്ച് ഇവൻ, അപ്പോഴും ഞാൻ എൻ്റെ ഒരു മനസ്സിലുണ്ടായിരുന്നു ഇവൻ റിവൈവ് ചെയ്യുമെന്ന്. പക്ഷേ അപ്പോഴും ഇവൻ റിവൈവ് ചെയ്തില്ല ഗൈസ്. ഇവൻ എത്ര സ്ഥലത്തും അടുത്തൂടെയാണെന്നറിയോ പോയത് പലതിൻ്റെയും. അവൻ റിവൈവേ ചെയ്യൂല, എനിക്കത് പറ്റൂല എന്നൊക്കെ. അപ്പോൾ ഓപ്പോസിറ്റ് ആളൊക്കെ നിന്ന് ഞാൻ എൻ്റെ ടീംമേറ്റിൻ്റെ പ്രാവി, എടാ നീ ഒന്ന് മരിച്ച് പോണേന്നും പറഞ്ഞുകൊണ്ട്, ഈ ഗെയിമിൽ മരിച്ച് പോണേന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാവി. അപ്പോൾ കളി തോറ്റാലും കുഴപ്പമില്ല എന്നും പറഞ്ഞു. അപ്പോൾ അപ്ഡേറ്റ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്ഡേറ്റ് എൻ്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു അപ്ഡേറ്റ് ഉണ്ടോ, നീ ഒന്ന് കയറി നോക്കാൻ. അങ്ങനെ ഞാൻ കയറി പോയി നോക്കിയിട്ട് BR പോയതാണ്. റെക്കോർഡ് സ്റ്റാർട്ടാക്കാൻ മറന്നുപോയി. പിന്നെ അത് അപ്പുറത്തു നിന്ന് അവൻ അടിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇവൻ മറ്റേ ഹീലറൊക്കെ അടിച്ച് നിൽക്കുന്നു. ബാറ്റ് ഉണ്ടായിരുന്നു, MP5 ഉണ്ടായിരുന്നു, പിന്നെ XM80 ഉണ്ടായിരുന്നു, പിന്നെ ഏതാ പിസ്റ്റലും ഉണ്ടായിരുന്നു. അങ്ങനെ ഇവ അവിടെ എന്തൊക്കെയോ ഹെൽപ്പ് മീ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അവനാണെങ്കിൽ ഒന്നും ചെയ്യണമില്ല. പിന്നെ അടുത്തൊരെണ്ണം ഉണ്ടായിരുന്നു, അതും ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഞാൻ വിചാരിച്ചു അവൻ അത് പൊക്കുമെന്ന്. അതിലെങ്കിലും അവൻ അങ്ങോട്ട് പോണതുമില്ല. പിന്നെ മറ്റേ സാത്താൻ അങ്ങനത്തെ ക്യാരക്ടറിനെ വിട്ട് അങ്ങോട്ട് പോയി. ഞാൻ വിചാരിച്ച് അത് പൊക്കാനായിരിക്കുമെന്ന്. അവൻ പൊക്കാനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷെ അവൻ പൊക്കിയില്ല അപ്പോഴും. എന്നിട്ട് അതിലോട്ടൊക്കെ ഓടുന്നുണ്ടായിരുന്നു. എനിക്ക് ഉറപ്പില്ല അവൻ പൊക്കോ ഇല്ലയോ എന്ന് അപ്പോഴും. അങ്ങനെ അവൻ അതിൻ്റെ അടുത്തൊക്കെ പോയി. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടാണേ. ഇപ്പോൾ അതേ മണ്ടേന്ന് ഒരുത്തൻ ഒറ്റ വീഴൽ. ഞാൻ ചട്ടിപ്പോയി, ഇത് എവിടെ നിന്ന് വന്നാൽ. ഞാൻ വിചാരിച്ചൊക്കെ പൊക്കും, ഇപ്പം പൊക്കും എന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടെ ആൾ വന്ന് ഇവൻ കുത്തിപ്പിടിച്ച് അവിടെ നിന്ന് വന്ന് സോണിയനിലോ ആക്റ്റീവായി ഇവനെ കൊന്ന് അവനും ജയിച്ച്. അങ്ങനെ ഗായ്സ്, അപ്പോൾ ഇവർ ജയിച്ചിരിക്കുന്നു, നമ്മൾ 3ാം സ്ഥാനം അടിച്ചിരിക്കുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ പ്ലാറ്റിനം 4 നമ്മൾ നേരെ ഡയമണ്ട് 1 ആയിട്ടുണ്ടായിരുന്നു. പ്ലാറ്റിനം 5 4 ഓക്കെ, 4 എനിക്ക് ഇത് വന്നു. എന്തായാലും കൊള്ളാമായിരുന്നു. അപ്പോൾ എന്തായാലും അപ്ഡേറ്റ് ചെക്ക് ചെയ്തപ്പോൾ എന്തായാലും ഇത്രയെങ്കിലും കിട്ടിയല്ലോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു. എന്നാലും അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ മറ്റേ ഹിറ്റാച്ചിൻ്റെയൊക്കെ വന്ന പോലെ ഇവിടെ നറുട്ടോൻ്റെ ഇവൻ്റ് വന്ന പോലെ ഇത് കണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് നോക്കി. എനിക്കൊന്നും മനസ്സിലായില്ലായിരുന്നു. കുറേ നേരം ഇരുന്ന് ഞാൻ വായിച്ചു, എന്നിട്ടൊന്നും മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇതിൻ്റെ മറ്റേ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. എനിക്കിതിനെ ഒരു റിപ്പർ അത് ഇത് പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചെന്തെങ്കിലും ഷോപ്പായിരിക്കുന്നു, പക്ഷേ ഷോപ്പല്ലായിരുന്നു, ഒരു വീഡിയോ ആയിരുന്നത്. എനിക്ക് കോപ്പിറൈറ്റ് അടിക്കും, അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അപ്പോൾ ഗൈസ് ആ വീഡിയോ കണ്ടത് അതൊരു ആനിമയാണ് ഗൈസ്. എന്തായാലും ഡബിൾ നൈറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനത്തെ ആനിമയാണ്. അപ്പോൾ ഞാൻ അപ്പോഴാണ് അറിയണത് അതൊരു ആനിമയാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ നേരെ ഒരു CS കൂടെ പോയേക്കാം. BR പോയില്ല, ഇനി CS പോകാമെന്ന് വിചാരിച്ച് CS കൂടെ പോയി. CS പ്ലാറ്റിനം എത്രയാലോ 5 സ്റ്റാർ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ പോകാമെന്ന് വിചാരിച്ച് നേരെ കളി തുടങ്ങി. ഇതിൻ്റെ അകത്തും ഉണ്ടായിരുന്നു ഡബിൾ നൈറ്റ്സ് സ്പെഷ്യൽ ഗെയിം പ്ലേ എന്നും പറഞ്ഞുകൊണ്ട്. ഞാൻ പിസ്റ്റൽ എടുത്ത് ഡബിൾ എടുത്തിട്ട് കുറ്റിപ്പിടി എടുത്ത്. പിന്നെ ഞാൻ ആദ്യം എടുത്തത് ട്രാക്കറിനെ ആയിരുന്നു, ഫാൻറ്റത്തിനായിരുന്നു. ഞാൻ ഫിനിക്സ് ഫാൻറ്റം. നല്ല ചേർച്ച, അതായത് ബേർഡ്സ്. അങ്ങനെ ഞാൻ താഴോട്ട് പോയിരുന്നു വായിച്ച്. എനിക്ക് വായിക്കണമെന്നും പറഞ്ഞായിരുന്നു വായിച്ച്. എന്തോന്നൊക്കെ മനസ്സിലായി. മാർക്ക് ആൻഡ് സ്ലോ
ടാർഗറ്റ്സ് വെൻ അറ്റാക്കിംഗ് ഓർ ബിഗൻ ബാക്കി വായിക്കാൻ അനുവദിച്ചില്ല. ഓക്കെ, അപ്പോഴേക്കും മണ്ടയിൽ ഒരുത്തൻ വീണെന്ന് മനസ്സിലായി. അങ്ങനെ എല്ലാവരും ഫാൻറ്റും ആയിരുന്നു, ഒരാൾ മാത്രം ഷൗലോ അങ്ങനത്തെ ഇതായിരുന്നു. അപ്പോൾ ഈ ആനിമെ ഇനി കാണണമല്ലോ ഫ്രീ ഫയർ കളിക്കാമെന്ന് ഞാൻ വിചാരിച്ചു പോയി. അപ്പോൾ ദേ അപ്പുറത്തുനിന്ന് ഒരുത്തൻ അടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് HP അവൻ കുറച്ച്, പിന്നെ ഞാൻ മെഡൊക്കെ അടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ദേ വരുന്നു അവൻ, കുത്തി അങ്ങ് പിടിച്ചിട്ട് ഞാൻ മെഡ് അടിച്ചു അവിടെ നിന്ന്. അങ്ങനെ മെഡൊക്കെ അടിച്ച് അവനെ തല പൊട്ടിച്ചങ്ങ്, തലയല്ല ബോഡി കൊടുത്ത് തല തന്നെ പൊട്ടിച്ചു, സോറി. അങ്ങനെ ഇപ്പുറത്ത് ഇവിടെ വന്ന് ഇരുന്ന് ഞാൻ പിന്നെയും മെഡ് അടിച്ചത്, കാരണം വേറൊരുത്തൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു, സ്കൂൾ ബോയ്. അങ്ങനെ എന്ത് ചെയ്യാനാണ്, ഇതൊരു സ്കൂൾ ആനിമേ ബോയ് അങ്ങനെ വല്ലതും ആണോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക, ആനിമേ കണ്ടിട്ടുള്ളവർ. അപ്പോൾ ഞാൻ ഇപ്പുറത്തോട്ടും ചെന്നാൽ പിന്നെ അങ്ങോട്ട് ഓടി, പിന്നെ ഇവനെ എന്നെ അങ്ങ് കൊന്ന്. പക്ഷേ ഞാനായിരുന്നു അവസാനത്തേത്, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ നല്ല ഡാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ റൗണ്ടായി. അങ്ങനെ ഞാൻ ഇമോട്ടൊക്കെ ഇട്ട്, കാരണം ഇവന്മാരൊക്കെ നൂബുകളാണ്, എന്നെക്കാട്ടി നൂബെന്ന് വരെ എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ സ്കോർ ബോർഡ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ്, ഇവന്മാരൊക്കെ ലാസ്റ്റ്. ഇപ്പോൾ ചിലപ്പോൾ ഇവന്മാർ ഇപ്പോൾ കളിക്കുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ട്രാക്കറാക്കി, പിന്നെ ഫാൻറ്റം മാറ്റി ട്രാക്കറാക്കി. അങ്ങനെ ഇവൻ എന്തേ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന്, പിന്നെ എനിക്ക് ഈ പിസ്റ്റൽ വെത്തി ആദ്യം കിട്ടുന്ന സാധനം കയ്യിരുന്നോടെ എടുത്തം കളഞ്ഞ്, എനിക്കതില്ലെങ്കിൽ പറ്റില്ല. അങ്ങനെ MP5 ആയിരുന്നു രണ്ടാമത്തെ റൗണ്ട് എടുത്തിരുന്നത്. ഞാൻ സ്കോർ ബോർഡ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ്. ആഹാ, അങ്ങനെ എല്ലാത്തിൻ്റെ പവറൊക്കെ നോക്കി. പിന്നെ അങ്ങോട്ട് അപ്പുറത്ത് നമ്മൾ നാലാമത്തെ പ്ലെയറിൻ്റെ അടുത്തോട്ട് പോയി. അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് നോക്കുമായിരുന്നു. പിന്നെ അവൻ പോയി, ഞാനവിടെ ഇരുന്ന്. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ പവർ, അത് ഞാൻ ഇപ്പോൾ ഇട്ടേക്കണ ക്യാരക്ടറിൻ്റെ അതല്ല എൻ്റെ ഇപ്പോഴത്തെ പവർ, അതായത് ട്രാക്കറൊന്നുമല്ല, ക്യാരക്ടർ പവർ എന്താണെന്ന് നിങ്ങൾ പറയണം ഗൈസ്. ഓക്കെ, ഒരു കുരങ്ങനെയും എൻ്റെ ടീമേറ്റ് പെട്ടിയാക്കി. എനിക്ക് ഉറപ്പായി നമ്മൾ ഈ റൗണ്ട് എടുക്കുമെന്ന്. അങ്ങനെ ഞാനും വേറൊരു ടീമേറ്റും കൂടെ അങ്ങോട്ട് ഓടിയപ്പോൾ എനിക്ക് മറ്റേ ട്രാക്കർ അൺലോക്കായി. ഇത്രയും നേരം എൻ്റെ ട്രാക്കർ ഇതുവരെ അൺലോക്ക്ഡ് അല്ലായിരുന്നു. അങ്ങനെ എനിക്ക് ഇതൊക്കെ വന്ന്. അപ്പോൾ ഒരുത്തനെ അവിടെ നോക്കിയിട്ട് എൻ്റെ ടീമേറ്റ്. അപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ എനിക്ക് ട്രാക്കർ വർക്കായി, നോക്കായ ആളെ എനിക്ക് കാണാൻ പറ്റി. പിന്നെ അപ്പുറത്തുനിന്ന് ടീമേറ്റ്സും കൊന്ന്. അങ്ങനെ നമ്മൾ കളി എടുത്ത്. പർവാൻ അങ്ങനെ എന്തോ ആയിരുന്നു നമ്മളെ ഈ ഗോൾഡൻ, എന്തായാലും പറഞ്ഞ ഗോൾഡൻ ടീമേറ്റ് അങ്ങനെ എന്തോ ആണ്. ഓക്കെ, അപ്പം ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി റെക്കോർഡിങ് ഓഫാണോ എന്ന്. ഓക്കെ, ഓണാണോ എന്ന്. ഓക്കെ, അങ്ങനെ ഞാൻ ആദ്യം ഇതിൽ ഞാൻ എടുത്തത് മറ്റേ വേറൊരു ഇതാണ്. പിന്നെ ഗൺ എടുക്കാനുള്ളത് ഞാൻ മാക്സ് ആക്കി, G6 അങ്ങനത്തെ ഒരു G36 എന്ന് പറയുന്ന ഗണ്ണ് എനിക്ക് നേരത്തെ കിട്ടി. അങ്ങനെ ഇവിടെ ഞാൻ എടുത്തത് ഏതാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, മറ്റേ റിപ്പർ. ഓക്കെ, റിപ്പറാണ് ഞാൻ എടുത്തത്. ഞാൻ BRൽ ആദ്യം റിപ്പറാണ്ടാണ് എടുത്തതെന്ന് തോന്നുന്നു. ഓക്കെ അടുത്തതിന് ഇവിടെ ഞാൻ നല്ലവരെ പറയണമല്ലേ, എനിക്ക് തോന്നുന്നതാണോ. പിന്നെ ഞാൻ UMP ഉണ്ട്, G6 മാറ്റി UMP അടിച്ച്. ഇവിടെ നിന്ന് ഞാൻ നോക്കിയപ്പോഴും വലിയ ലൂട്ടൊന്നും ഇല്ലായിരുന്നു. ഇപ്പുറത്ത് ഞാൻ നോക്കിയപ്പം കിടക്കണ AWM ഒറ്റയടിക്കങ്ങ് മാറ്റി. അവൻ വന്ന് എടുത്തതാണ് AWM. അങ്ങനെ AWM MP5 കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ മണ്ടയിൽ നമ്മളെ ടീമേറ്റ് അല്ല എന്നും പറഞ്ഞ് വെടി വെച്ചാണ് ഇപ്പം. അങ്ങനെ ഒരുത്തൻ പോണ കണ്ടപ്പോൾ അവൻ്റെ പിന്നാലെ പോകാമെന്ന് വിചാരിച്ച്, പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഡാം കിട്ടുന്നതെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ ടീം ഗോൾഡൻ ആണ്ടാണ്. അങ്ങനെ അവൻ്റെ അടുത്തോട്ട് പോയപ്പം അവിടെയാണ് രണ്ടെണ്ണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴോട്ടൊക്കെ വെടി വെച്ച് കഴിച്ചു. പിന്നെ അവനെ നോക്കാക്കി, ഞാനും നോക്കായി. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് നോക്കിയപ്പോൾ റിവൈവ് ചെയ്യാൻ ടീമിനെ കണ്ടിച്ചപ്പോൾ വരുന്നവൻ. അവൻ റിവൈവ് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷേ അതിനുള്ളിൽ അവൻ മറ്റേ അവൻ മരിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ കൊല്ലലേ, MP5ഉം AWM പോവേ എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഞാൻ കൂവി വിളിച്ചു. അപ്പോൾ എൻ്റെ ടീമേറ്റ് അവനെ എടുക്കാനൊക്കെ നോക്കി. എൻ്റെ ടീമേറ്റ് ഒരാൾ നോക്കായി, ഞാൻ വേണമല്ലോ നോക്കിയേ, ഞാനാണ് നോക്കായത്. പിന്നെ ലവൻ വന്ന് തന്നെ പൊക്കി വിട്ട്, അപ്പോഴേക്കും കളി അങ്ങ് ജയിച്ച്. അങ്ങനെ തുള്ളിച്ചാടി അങ്ങനെ ആ റൗണ്ടും നമ്മളെ ടീംമേറ്റ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു കട്ട നൂബാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ MP5 മാറ്റി നമുക്ക് MP40 എടുക്കാമെന്ന് പറഞ്ഞ് MP40 AWM. വാ, എന്താ ലുക്ക്. പിന്നെ 3 ഗ്ലൂ വാളും വാങ്ങി. ഒരു ഗ്ലൂ വാൾ വാങ്ങി, 3 വാങ്ങിയില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തത് നേരത്തെ തന്നെയായിരുന്നു, റിപ്പർ. ഓക്കെ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിരുന്നു. ഓക്കെ, പിന്നെ അത് മാറ്റി ട്രാക്കറാക്കി ഗൈസ്.
പിന്നെ AWM കൊണ്ട് ഷോ ഇറക്കാമെന്നും പറഞ്ഞ് AWM വെച്ചുകൊണ്ടിരുന്നപ്പം അകത്തോട്ട് പിന്നെ ഞാൻ വിചാരിച്ചു എന്നെ കൊല്ലും, ഞാൻ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് കയറി. പിന്നെ അവിടോട്ട് സ്നൈപ്പ് നിൽക്കാമെന്നും പറഞ്ഞ് സ്നൈപ്പൊന്നും നിൽക്കാൻ പോയത് കണ്ടോ നിങ്ങൾ കണ്ടോ? ഇത് എവിടെ നിന്ന് അടിച്ചോ എവിടെ നിന്ന് കിട്ടിയോ എനിക്കൊന്നും അറിഞ്ഞൂടാ. ഒരു വീട്ടിൽ നിന്ന് ഒരുത്തൻ ചാടി വന്ന് പൊട്ടിച്ചെൻ്റെ തല. അങ്ങനെ അപ്പുറത്ത് നിന്ന് ടീമേറ്റ് ഇപ്പുറത്ത് കില്ല് ചെയ്യാൻ വേണ്ടി ഓടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. രണ്ടാമത്തെ ടീമേറ്റ് ഇവനായിരുന്നു തോന്നുന്നു എന്നെ നേരത്തെ റിവൈവ് ചെയ്തത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്നെ റിവൈവ് റോന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ അവൻ അങ്ങ് പോകണം, ഇവിടെ ഞാൻ റിവൈവ് ആകുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡിമിട്രി ആയിരുന്നു. അങ്ങനെ ഡിമിട്രിയൊക്കെ അവൻ എനിക്ക് റിവൈവിങ് ചെയ്ത് തന്ന്. ഞാൻ ഇവിടെ നിന്ന് മെഡ് അടിച്ചു. അപ്പോഴേക്കും എൻ്റെ വേറൊരു ടീമേറ്റും കൂടെ നോക്കായിരുന്നു. അപ്പോൾ എൻ്റെ നേരത്തെ റിവൈവ് ചെയ്ത ബ്രോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അപ്പുറത്ത് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ആരൊക്കെയോ നിൽക്കണ പോലെ എനിക്ക് ആദ്യം തോന്നി, പിന്നെ അവർ ഡെഡ് ബോഡിയാണെന്ന് മനസ്സിലായി. പിന്നെ അപ്പുറത്തോട്ട് നോക്കിയപ്പം ഞാൻ അവിടെ AWM സ്കോപ്പ് വരുന്നു, പക്ഷെ പറ്റിയില്ല. നേരെ നോക്കിയപ്പോൾ ഞാൻ ഒരുത്തൻ നിൽക്കുന്നത് എന്നെ പിന്നെയും നോക്കടിച്ച്. ഇതെന്താ സാധനമെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് റിപ്പർ റിവൈവ് ചെയ്ത് തരുമോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഒരുത്തൻ കോഡ ക്യാരക്ടറൊക്കെ ആയിരുന്നു, പക്ഷെ മറ്റേ കയ്യിൽ ഗോസ എന്തോ ഗണ്ണായിരുന്നു. അങ്ങനെ അത് വെച്ച് കുത്തി പിടിച്ച് അങ്ങനെ അങ്ങ് എടുത്ത്. പിന്നെ കുത്തി പിടിച്ചില്ല, വൺ ടാപ്പായിരുന്നു തോന്നുന്നു അല്ലേ? വൺ ടാപ്പായിരുന്നു. അങ്ങനെ അടുത്ത കളി നമ്മൾ ഫാൻറ്റം എടുക്കാമെന്ന് വിചാരിച്ച് ഫാൻറ്റം തന്നെ അങ്ങ് എടുത്ത്. ഫാൻറ്റവും ഞാൻ ഷെയർച്ചുണ്ടേ. പിന്നെ AWM എടുത്തു. പിന്നെ AWM വെച്ച് കളിക്കാരനകത്തുനിന്ന് ഓർത്തുകൊണ്ട് MP40 എടുത്തു. MP40 ഒരു ഗ്ലൂ വാളും എടുത്തു. അങ്ങനെ നേരെ ഞാൻ ഈ ഗെയിമിൽ അങ്ങനെ ഗ്ലൂ വാൾ ഉപയോഗിച്ചില്ലല്ലേ? അല്ല, ഉപയോഗിച്ചു. ഓക്കെ. അങ്ങനെ അടുത്ത റൗണ്ട് സ്റ്റാർട്ടായി. ഇപ്പോഴേക്കും അവന്മാർക്ക് 2 സ്കോറും നമുക്ക് 2 സ്കോറും ആയിട്ടുണ്ടായിരുന്നു. ടൈ ആയിട്ട് നിൽക്കുമായിരുന്നു. ഇതാണ് ഈ റൗണ്ടാണ് ബ്രേക്ക് ത്രൂ. അപ്പം നോക്കാം. അങ്ങനെ ഈ റൗണ്ടിൽ ഞാൻ ചാടി ജമ്പൊക്കെ കുനിഞ്ഞ് ജമ്പ് ചെയ്തു ഇവിടോട്ടൊക്കെ വന്ന്. പിന്നെ ബാക്കിലോട്ട് എന്നിട്ട് ഞാൻ ഇവന്മാരെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവൻ ഒരുത്തനെ വെടി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ആരാന്നറിയാൻ വേണ്ടി AWM കിട്ടുമോ എന്നറിയാൻ വേണ്ടി അവനെ നോക്കിക്കൊണ്ട് വരുന്നുണ്ട്. ഇച്ചി നേരത്തെ തോലി, അതായത് അവൻ AWM അവൻ്റെ ഉണ്ടെങ്കിൽ അവൻ മരിക്കുമ്പോൾ അവിടെ കിടക്കില്ല, അതെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കിടക്കണം. അങ്ങനെ ഞാൻ കുത്തിപ്പിടിച്ച് അവനെ ഫിനിഷ് ചെയ്തിട്ട് നേരെ അവൻ്റെ അടുത്തോട്ട് പോയി. അവൻ്റെ അടുത്ത് പോയി ലൂട്ട് എടുക്കാൻ നോക്കുമായിരുന്നു. ലൂട്ട് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ഞാൻ അപ്പുറത്ത് മണ്ടയിലോട്ട് വലിഞ്ഞൊടിച്ച് കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതേ മണ്ടയിൽ നിന്ന് വെടി വന്ന്. അപ്പോൾ ഞാൻ അവിടെ ഗ്ലൂ ഇട്ട് മറ്റേ എൻ്റെ ക്യാരക്ടറിൻ്റെ സ്കില്ല് ഉപയോഗിച്ച് പിന്നെ ഞാൻ മണ്ടയിലോട്ട് എനിക്കൊന്ന് കാണണം എന്നും പറഞ്ഞുകൊണ്ട് മണ്ടയിലോട്ട് വലിഞ്ഞൊടിച്ച് പോയി. അപ്പോൾ എനിക്ക് അവൻ്റെ AWM അവനെ അങ്ങ് കൊന്നു കളഞ്ഞു. അപ്പോൾ അവൻ്റെ എന്തായാലും AWM ഉണ്ടെന്നും പറഞ്ഞ് ഓടി തള്ളി AWM എടുത്തി. ഇങ്ങനെ ഇട്ട് തള്ള് ഓടി ഞാൻ വന്ന് AWM എടുത്ത്. പിന്നെ ഞാൻ ഗ്ലൂ വാൾ 3 എടുത്ത്. പിന്നെ ഞാൻ വിചാരിച്ച് ഇനി ക്യാരക്ടറിൻ്റെ സ്കില്ല് മാറ്റണോ വേണ്ടേ എന്നൊരിതായി. പിന്നെ ഫാൻ്റെ എനിക്ക് ഇച്ചിരിയെങ്കിലും തോന്നി. പിന്നെ റിപ്പർ എന്നെ റിവൈവ് ചെയ്യുമോ എനിക്കൊരു ഡൗട്ടുണ്ട്. ഓക്കെ, റിപ്പറിൻ്റെ അർത്ഥം എന്താണ്? സ്റ്റീലിങ് എനിക്കറിയില്ല. ഓക്കെ, അപ്പം നമുക്കിപ്പം 3ഉം അവർക്ക് 2ഉമായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. 4 കളി. ഓക്കെ, 4ലാണ് CS. ഓക്കെ, നമുക്കിനി ഞാൻ നേരെ ഇവിടെ വന്ന് മണ്ടേ നിൽക്കുന്നവന്മാരെ ഹെഡ് അടിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അല്ലെങ്കിൽ എന്തെങ്കിലും കൊല്ലാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്നപ്പോൾ ഒരുത്തൻ നിൽക്കണം. അങ്ങനെ ഞാൻ തലയിൽ നോക്കി ഒറ്റ പൊട്ടിക്കില്ല. 1000 എത്രയോ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ അവൻ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അപ്പുറത്തെ ടീമേറ്റ് വന്ന് ഞാൻ കുത്തി പിടിച്ച് അവനെ നോക്കടിച്ച്. 2 ഇപ്പം നോക്കായിട്ടുണ്ടായിരുന്നു. ഞാൻ 2 നോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്തവന് ആരെങ്കിലും ഫിനിഷ് ചെയ്യുമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ ടീമേറ്റ് ഓടി വന്ന് ഞാൻ അവനെ വെടിവെക്കാൻ നോക്കി. ഞാൻ വിചാരിച്ചു അവൻ നമ്മളെ ടീമേറ്റ് അല്ല എന്ന്. അങ്ങനെ ഇവനെ റിവൈവ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് ഓടിയപ്പോൾ ഇവൻ റിവൈവ് ചെയ്യണില്ല. പിന്നെ ഞാനങ്ങ് റിവൈവ് ചെയ്ത്. ഞാൻ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ ഓടി വന്നിട്ട് റിവൈവ് ചെയ്യാമെന്നൊക്കെ വന്ന്. പിന്നെ ഞാൻ മണ്ടയിലോട്ട് നോക്കിയപ്പോൾ അത് ഞാൻ നേരത്തെ നോക്ക് ചെയ്തിട്ടവൻ. അങ്ങനെ ഞാൻ അവനെ AWM വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴേക്കും അവൻ അങ്ങ് മരിച്ച്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്, കൊല്ലുന്നതിന് അവനങ്ങ് മരിച്ചു തന്നു. അങ്ങനെ നമ്മൾ കളി എന്തായാലും ജയിച്ചിട്ടുണ്ടായിരുന്നു. ബൂയ അങ്ങ് അടിച്ച്. ഓക്കെ, അപ്പോൾ നമ്മളെ ടീം അതേ നല്ലൊരു കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്കിപ്പോൾ എന്തായാലും പ്ലാറ്റിനം 2 3 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് ലക്കിയസ്റ്റ് ഡേ ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു ആനിമയാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു ആനിമയാണെന്ന്. ഇത്രയും നേരം എനിക്കിത് ആനിമയാണെന്ന് അറിയില്ലായിരുന്നു. എന്താണ്
എന്താണ് ഡബിൾ നൈറ്റോ അങ്ങനെ എന്തോ ആണ്, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ ഫിനിക് ഗെയിമിംഗ് സൈനിങ് ഓഫ്.